Token number 5, come in. വരൂ. ഇരിക്കൂ സർ. ഓക്കെ, എന്താണ് പ്രശ്നം, പറയൂ. സാർ, അത് എനിക്ക് എന്താണെന്നറിയില്ല സാർ, എന്താ പറയുക, ഭയങ്കര ഈ കഫം അങ്ങോട്ട് അടിഞ്ഞിട്ടേ എനിക്ക് ചുമയുണ്ട്, പിന്നെ കഫക്കെട്ട് ഭയങ്കരമായിട്ടുണ്ട്, പിന്നെ എന്താ പറയുക, എനിക്ക് തൊണ്ട നല്ല വരൾച്ചയുണ്ട്, നല്ല വേദനയുണ്ട്. എന്താ പറയുക, ഞാനിപ്പോൾ ഞാൻ ഭയങ്കര സിംഗറാണ്, അവരുടെ കാര്യമുണ്ട്. ഞാൻ നന്നായി പാടി, ഞാൻ ഒരു സിംഗറാണ്. ഞാൻ കുറേ സ്റ്റേജ് ഷോസിൽ പാടിയിട്ടുണ്ട്. ഞാൻ യേശുദാസ് സാറിൻ്റെ കൂടെ വരെ പാടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര തൊണ്ടവേദനയാണ് സാർ. ഈ സ്റ്റേജ് ഷോസ് ആണെങ്കിൽ ദൈവമേ, എനിക്ക് നിന്നതേ സമയമില്ല. എനിക്ക് അങ്ങോട്ട് നടക്കാൻ വയ്യ, ഇങ്ങോട്ട് നടക്കാൻ വയ്യ, ഇങ്ങോട്ട് നടക്കാൻ വയ്യ സാർ. ഈ സ്റ്റേജ് ഷോ എനിക്ക് എന്താ പറയുക, എൻ്റെ ജോലി ആയിപ്പോയില്ല. പിന്നെ ആരാധകരെ, അവര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവര് എൻ്റെ പാട്ട് കണ്ട് വീണവയാണല്ലോ അവര്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര തടസ്സമുണ്ട്. എൻ്റെ ആരാധകർക്ക് ചോദിക്കുക, എന്താണ് ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര്. അപ്പം എന്തെങ്കിലും ഒന്ന് പരിഹരിക്കാൻ പറ്റും? അതല്ല, ഞാൻ പറയട്ടെ. പിന്നെ സാറേ, ഞാൻ ഈ ഡോളോ ഞാൻ കഴിച്ചു നോക്കിയിട്ടു. ഡോളോ അല്ല, ഞാൻ പാരസെറ്റമോൾ കഴിച്ചു നോക്കി. പാരസെറ്റമോൾ ഞാൻ 650 ആണ് കഴിച്ചത്. അത് കഴിച്ചപ്പോൾ എനിക്ക് ഈ തൊണ്ടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഭയങ്കര എന്താ പറയുക, പിന്നെ ഒരുപാട് വരൾച്ച തുടങ്ങി. എന്താ പറയുക, ഇങ്ങനെ വരൾച്ച കൂടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഡോളോ കഴിച്ചു നോക്കി. ഡോളോ പിന്നെ വലിയ യൂസൊന്നും ഇല്ല സാറേ, വെറുതെ പരസ്യത്തിലൊക്കെ കാണിക്കുന്നത് എന്താ വലിയ ഉപകാരമൊന്നും ഇല്ല. അപ്പോൾ ഡോളോ ഞാൻ കഴിച്ചു നോക്കി. പക്ഷെ എനിക്ക് എന്താ പറയുക, എനിക്ക് വയ്യ, ഇതായിപ്പോയി. അപ്പോൾ സാറേ, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ ഇതിന് വേണ്ടിയിട്ട്? നീ പറയൂ. കഴിഞ്ഞോ? ഇത്രയോ വളരെ കുറവായിപ്പോയി, കുറച്ചുകൂടെ വേണമായിരുന്നു. എന്ത് കഴിഞ്ഞു എന്ന് പറയുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന താൻ പറയുന്നേ? ഓഹോ, ഞാൻ ഇത്രയും കിടന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇരിക്കുന്ന എന്തിനാ? ഞാനൊരു ഡോക്ടറാണ്, അത് നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആ അസുഖത്തിനുള്ളൊരു പരിഹാരം കാണാനാണ് നിങ്ങൾ ഈ ഡോക്ടറുടെ അടുത്ത് വരുന്നത്, അല്ലേ? നിങ്ങൾ ഈ ഡോക്ടറുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ തനിയെ ഡോക്ടറായിട്ട് സ്വയം ചികിത്സ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ സ്വയം ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വയം ചികിത്സ ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിലുള്ള ഓരോ ആൾക്കാരും മരണപ്പെട്ടു പോകുന്നത്. നിങ്ങൾക്കറിയില്ലേ അത്? എത്ര കണ്ടാലും ഇങ്ങനെയുള്ളവരൊന്നും പഠിക്കില്ല. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സ്വയം ചികിത്സ, അതാണ് നിങ്ങളുടെ പ്രശ്നം. അതിനുള്ള മരുന്ന് ഇവിടെ ഇല്ല. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിലോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ പോയി ചോദിച്ചു, ഇവിടെ അതിനുള്ള മരുന്നില്ല സാറേ. ഇല്ല, അതിനുള്ള മരുന്നില്ല. സോറി, ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചെടുത്തു. സോറി, എന്തെങ്കിലും ഒരു പരിഹാരം. എന്നാ പിന്നെ ശരി. ഇത്ര വാച്ച് പഠിച്ചല്ലേ, നന്നായി മനസ്സിലായിട്ടുണ്ട്. കോണ്ടാക്റ്റിൽ നമ്മുടെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സിംഗർ ആണല്ലോ പിന്നെ. അതെനിക്കറിയാം. ഓക്കെ, ശരി. ഈ ഒരു മരുന്ന് കേട്ടോ, ഈ ഒരു മരുന്ന് 4 ദിവസത്തേക്ക് കഴിക്കാം. 4 ദിവസത്തേക്ക് കഴിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരണം. ഓക്കെ, ഞാൻ മരുന്ന് അവിടെ സംഭവിച്ചു. നല്ല ആളാ. സ്വയം അങ്ങോട്ട് കൂടുതൽ പറയാൻ സ്വയം ചികിത്സയാണ് ചെയ്യും. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. Token number 6, come in. Very good. ഓക്കെ, എന്താണ് നമ്മുടെ പ്രശ്നം? അറിയൂ സാർ. എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ ഇടയായിട്ട് എന്താണെന്നറിയില്ല സാർ, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ക്ഷീണം കൊണ്ട് തന്നെ എനിക്ക് ക്ഷീണം മാത്രമല്ല, ക്ഷീണമുണ്ട്, പിന്നെ എക്സസൈസ് സ്വെറ്റിംഗ് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, ഭയങ്കര വേർക്കലാണ്. ഇപ്പോൾ നല്ല വീട്ടിൽ എ സി ഇട്ടിരുന്നാൽ പോലും നല്ല എന്താ പറയുക, നല്ല വേർക്കലാണ്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടോയെന്നൊരു ഇത് തോന്നി.
ഇതിനിപ്പോ നമുക്ക് പരിഹാരമുണ്ട്. ഇതിപ്പോ പൊതുവെ ഒരു ഷുഗറിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആണ്. നമുക്കിപ്പോൾ ഡയബറ്റീസ് വരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണിത്. അപ്പോൾ ഇതിന് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളൊന്ന് ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ല സാർ, ഞാൻ ഷുഗർ ചെക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ റിപ്പോർട്ടാണിത്. ഓക്കെ. ഓ മൈ ഗോഡ്, നിങ്ങൾ ഇത്ര നാളായിട്ടും ഇത് നീട്ടി വെച്ചിരിക്കുന്നു. കൂടുതലാണല്ലോ. അതെ അതെ, ഇതിപ്പോ ശരിക്കും ഇത് ഫാസ്റ്റിംഗ് ആണ്. ആ ഓക്കെ, ഇത് ഫാസ്റ്റ് കുറച്ച് കൂടുതലാണിത്. ഇത്രയൊന്നും വരാൻ പാടില്ല പൊതുവേ. ഇത് നോർമൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ ലെവല് 70 to 110 അത്രയൊക്കെയാണ് വരിക പൊതുവെ. പക്ഷെ ഇത് ഭയങ്കര കൂടിപ്പോയി. കാരണം ഇത് 225 5 വരെ ഉണ്ട് 100 million. ഓക്കെ, ഇത് അധികമാണ് കേട്ടോ. ഓക്കെ, കൂടുതലാണല്ലോ. അപ്പോൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഇതിന്? ഓക്കെ, അതിനുള്ള നമുക്ക് പരിഹാരമുണ്ട്. ഇതിപ്പോ എന്തായാലും ഇനിയിപ്പോ തീരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഡയബറ്റീസ് വന്നു. അപ്പോൾ എന്തെങ്കിലും കുറവ് മൂലമോ അല്ലെങ്കിൽ ഇപ്പോൾ മധുരം എങ്ങനെയാണ് കഴിക്കുന്നത്? മധുരം കുറച്ച് അവോയ്ഡ് ചെയ്യണം. കാരണം ഇത് കുറച്ച് അധികം ആവുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. കാരണം 225 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നോർമൽ റേറ്റിന് വെച്ചിട്ട് എത്ര കൂടുതലാണ്, വളരെ കൂടുതലാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്തേ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പം ഞാനൊരു മരുന്ന് എഴുതി തരാം. ഇതൊന്നും ഒന്ന് അവോയ്ഡ് ചെയ്യണം നിങ്ങൾ. കാരണം ഷുഗർ കുറച്ച് കൂടുതലാണ്, അവോയ്ഡ് കേട്ടോ. അപ്പോൾ ഈ മരുന്ന് കഴിച്ചിട്ട് ഓക്കെ വരാം. താങ്ക് യു സർ, താങ്ക് യു. ഇങ്ങനെ വേണം പേഷ്യൻസ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം. എന്തൊരു സ്മാർട്ടായി. ടോക്കൺ നമ്പർ 7 വരൂ. ഓക്കെ, പ്രശ്നം പറഞ്ഞാൽ എന്താണ് അസുഖം? സാർ, എനിക്ക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക, എനിക്ക് ഹൈ ടെമ്പറാണ്. എനിക്ക് പനി കുറച്ച് കൂടുതലുണ്ട് സാർ. ഓക്കെ, പനിയുണ്ടല്ലേ? എങ്ങനെയാണ് ടെമ്പറേച്ചർ? കൂടുതലാണോ അതോ കുറവാണോ? അതുപോലെ സാർ, പനിക്ക് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറുണ്ട്. അത് പനിയാവോ? അല്ല, അതങ്ങനെയല്ല. ഇപ്പോഴത്തെ പനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ ഒരു പനിക്ക് നോർമൽ ടെമ്പറേച്ചർ അങ്ങനെയുള്ള ഒരു പനി വരുന്നുണ്ട്. അതങ്ങനെ എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് കുറച്ച് ടെമ്പറേച്ചർ കൂടുതലാണ് സാർ. ഓക്കെ, പിന്നെ എനിക്ക് ചുമയുണ്ട്. നമ്മുടെ കഫമുണ്ട്. പിന്നെ എനിക്ക് ഈ ചുമയാണ് എനിക്ക് കൂടുതലായിട്ടുള്ളത്. സാർ, ഇത് സാർ സ്വന്തമായിട്ട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണോ? സാർ സ്വന്തമായിട്ട് ചെയ്യുന്ന റൂമാണ് അതോ സാർ റെന്റ് എടുത്താണോ? എങ്ങനെയാണ്? ഇത് സ്വന്തമാക്കി. ഇതെന്റെ സ്വന്തം വീടാണ്. ആണല്ലേ സാർ? ഇത് വിൽക്കാൻ വല്ല പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ വിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതെന്റെ സ്വന്തം സ്ഥലമാണ്. ഞാൻ അങ്ങനെ വിൽക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് പറയേണ്ടത്, ഞാൻ ഈ വീട് വിൽക്കുന്നുണ്ടോ? ഇതെല്ലാം തനിക്ക് അറിയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഈ ഓരോ സാമഗ്രികളും ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇതെല്ലാം തനിക്ക് അറിയണം അല്ലേ? ഇതൊന്നും താൻ അറിയാൻ പോകുന്നില്ല കേട്ടോ. താൻ ആരോടാണ് സംസാരിക്കുന്നത് ഒരു ബോധം വേണം. ഞാനൊരു ഡോക്ടറാണ്. ഇത് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വാ.
ഓക്കെ സാർ, ഞാൻ ഡിഫ്യൂസ് ആയിരിക്കും. ഓക്കെ, ഒന്ന് വന്നോളും. ശല്യങ്ങൾ പേഷ്യൻ്റ് വെച്ചിട്ട് ഒരു ഡോക്ടർക്ക് സഹിക്കുന്നതിനൊരു അതിരില്ല. എൻ്റെ ഡോക്ടർ എന്താ മനുഷ്യനല്ലേ, സഹിക്കണ്ടേ? ഓരോന്ന് കെട്ടിയെടുക്കുന്നവരെ എൻ്റെ അടുത്ത് തന്നെ ദൈവമേ. ശല്യം. Talk number 8. Come in. Sir. എന്താണ് അസുഖം പറയൂ. എനിക്ക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സോറി, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഹലോ, എന്താ? ആ എടി, ഞാൻ ഇവിടെ ഡോക്ടറിനെ കാണാൻ വന്നിരിക്കുകയാണ്. ആ, എനിക്ക് കുറച്ച് പറഞ്ഞില്ലേ, ഞാൻ കാണാൻ വന്നിരിക്കും. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. സോറി കേട്ടോ, കോൾ വന്നു. എന്താണ് അസുഖം പറഞ്ഞോ? ഒന്നും കുഴപ്പമില്ല. ഇറ്റ്സ് എ കോയിൻസിഡൻസ്. നമ്മൾ വിചാരിക്കുമ്പോൾ വരുന്നല്ലോ ഒക്കെ പറഞ്ഞോ. സാർ, എനിക്ക് കുറച്ച് ചുമയുണ്ട്. ചുമ എനിക്ക് ഇടയായിട്ട് കുറച്ച് അധികമാണ് ചുമ. പിന്നെ എനിക്ക് അതല്ലേ, അത് വന്നിട്ട് ഹലോ, പറ. അത് നമ്മുടെ ഇവിടെ വന്നിട്ട് വലത്തോട്ട് നിൽക്കുക. ആ ജംഗ്ഷനില്ല, ഓക്കെ. പറഞ്ഞോളൂ, എന്താണ് അസുഖം? പറയും, അസുഖം എന്താണ്? സാർ, എനിക്ക് ഓക്കെ. ഹലോ, പറ. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ തന്നോട് എത്ര വട്ടം പറയൂ? എത്ര വട്ടം ഞാൻ തന്നോട് പറയാം? തനിക്കിതൊന്നും അറിഞ്ഞൂടെ? തനിക്കിതൊന്നും അറിഞ്ഞൂടെ? എനിക്ക് അങ്ങോട്ട് ദേഷ്യമാണ്. ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ലോ. ഡോ എന്താണോ? നിർത്ത്. അതൊരു മിണ്ടാതിരുന്നോ? എൻ്റെ വായന വല്ലതും കേൾക്കണമായിരുന്നുണ്ടോ? തൻ്റെ ഒരു ഫാമിലി എന്തൊക്കെ താൻ വിളിച്ചു പറയുന്നത്? താൻ ആരുടെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിൽ മറ്റൊരാൾ പരിചയമില്ലാത്ത ഒരാളുടെ മുമ്പിൽ ഇരിക്കും ഇങ്ങനെയൊക്കെയാണോ താൻ സംസാരിക്കുന്നത്? ഇതൊക്കെ പുറത്ത് പോയിട്ട് get out my room. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? നോൺസെൻസ്. സാർ, സോറി സാർ, അത് ഞാനൊരു കോൺട്രാക്ടറാണ്. അപ്പോൾ എന്നെ സൈറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പണിക്കാരപ്പോൾ. താൻ ആരുടെ മുമ്പിൽ ഇരിക്കുന്നില്ല, താൻ ഡോക്ടറിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, ഓക്കെ? മറ്റൊരാളോട് പറയുകയാണെങ്കിലും മറ്റൊരാളുടെ മുമ്പിൽ വെച്ചിട്ട് അത് പറയാൻ പറ്റില്ല, നിങ്ങൾക്കറിയാലോ. സാർ, അങ്ങനെ പറയല്ലോ സാറേ. ഞാനിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് എൻ്റെ ഈ അസുഖത്തിനുള്ള ഒരു പരിഹാരം കണ്ടെത്താന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ്. എന്നിട്ട് സാർ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് എവിടുത്തെ പരിപാടിയാണ് സാറേ? ശരി, തന്നെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. തൻ്റെ ഇവിടേക്ക് ഞാൻ വരുത്തിക്കുന്നവരെയൊക്കെ കാണിച്ചത്. ശരി കേട്ടോ. ഇതുപോലൊരു പേഷ്യൻസിനെ കണ്ടിട്ടില്ല. എനിക്ക് തരുന്നെല്ലാം വളരെ വിചിത്രമായിട്ടുള്ളതാണല്ലോ. ഏലിയൻസിന് പോലും ഉണ്ടാവില്ല ഇത്രയും വിചിത്ര സ്വഭാവം. ഇത് കഷ്ടം നോക്കി. എനിക്ക് എങ്ങനെയൊക്കെ ഒന്ന് പെട്ടല്ലോ. എന്താ ചെയ്യാം, ഡോക്ടറായിപ്പോയി. വേറെ ഒരു വഴിയില്ലല്ലോ. എന്നെ വീട്ടിൽ